ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോസ് മുമ്പ് ഞാനൊരു വീഡിയോയിൽ നാർസിസിസ്റ്റിക് വിക്ടിംസിന് അനുഭവിക്കേണ്ടി വരുന്ന ബ്രെയിൻ ഡാമേജസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ പറ്റിയിട്ട് അത് കാരണം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ടോപ്പിക്കിൽ തന്നെ ഞാൻ മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ നാർസിസിസ്റ്റിക് വിക്ടിംസ് ആയിട്ട് ഇരിക്കുന്നവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നാർസിസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞ ശേഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഫിസിക്കൽ എക്സോഷൻ, മെന്റൽ എക്സോഷൻ, അതുപോലെ തന്നെ ഹൈപ്പർ വിജിലൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബ്രെയിൻ ഫോഗ്, ഇത്തരത്തിൽ ഒരുപാട് ബ്രെയിനിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത്. നാർസിസിസ്റ്റിക് അബ്യൂസിൽ നിന്നുള്ള ട്രോമയിൽ നിന്നുള്ള ഇത്തരം പ്രശ്നങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ബ്രെയിനിന്റെ ഒരു വശത്ത് ഒരു അപ്ഗ്രേഡേഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബ്രെയിൻ കുറെ കൂടി ഇന്റലിജന്റ് ആയിട്ടുണ്ട് ചില ഏരിയാസിൽ. ഇത്തരത്തിൽ നാർസിസിസ്റ്റിക് അബ്യൂസിന് ശേഷം നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത് സയന്റിഫിക്കലി സപ്പോർട്ടഡ് ആണ്. നാർസിസിസ്റ്റിക് അബ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായി വന്ന ഹൈപ്പർ വിജിലൻസും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും അല്ലെങ്കിൽ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് നമ്മളത് ചെയ്യേണ്ടി വന്നിരുന്ന ഒരു അവസ്ഥയും നമ്മളിൽ ഇമോഷണൽ ഇന്റലിജൻസ് വളരെയധികം കൂട്ടാനും മനുഷ്യന്റെ സ്വഭാവങ്ങളിലെ പാറ്റേണുകൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കഴിവും നമ്മളിൽ ബിൽഡായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കേവലം ഒരു സർവൈവർ ആയിട്ട് ഇരിക്കുകയല്ല നമ്മൾ കരുതുന്ന പോലെ, നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലതും ബിൽഡായി വന്നിട്ടുണ്ട്. നമ്മളൊരു സൈക്കോളജിക്കൽ ഡിറ്റക്റ്റീവിനെ പോലെയാണ് ആക്ച്വലി ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടായി വന്നത് എന്നുള്ള 5 കാരണങ്ങളാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ നമ്മൾ ഉണ്ടായി വന്നിട്ടുള്ള കഴിവ് എൻഹാൻസ്ഡ് പാറ്റേൺ റെക്കഗ്നിഷൻ. നമ്മൾ എന്ന ജീവനുള്ള നുണ പരിശോധന യന്ത്രം. ഒരു നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായിട്ടുള്ള ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണല്ലോ ഓരോ ദിവസവും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ വ്യക്തി ഒരു ദിവസം നമ്മളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും. ഇയാൾ സ്നേഹിക്കുന്നതാണെന്ന് നമ്മൾ കരുതിയിരുന്നു. റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇത് സ്നേഹമെന്ന അഭിനയമാണെന്ന്. അതിനുശേഷം അടുത്ത ദിവസം ഇവർ നമ്മളെ അങ്ങേയറ്റം ഹേറ്റ് ചെയ്യും. അപ്പോൾ വളരെയധികം വിജിലന്റ് ആയിട്ട് നമ്മൾ ഇവരുടെ ഈ സ്വഭാവങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരും നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ. ഇതിനെ തന്നെയാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത്. ഹൈപ്പർ വിജിലൻസ് വളരെയധികം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അത് വളരെ ഹൈ കോർട്ടിസോൾ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരുപാട് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതേ ഹൈപ്പർ ഫോക്കസ് നമ്മളുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസ് പോലും, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും മറ്റുള്ളവർ കാണാത്തത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് അധികം ആരും പറയാത്തൊരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പർ വിജിലൻസ് നമ്മുടെ ബ്രെയിനിലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് മനുഷ്യരുടെ മൈക്രോ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കാനുള്ള കഴിവ് നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരും, വികസിച്ച് വരും. നമ്മൾ ഏതൊരു കോൺവെർസേഷനിൽ ഏർപ്പെട്ടാലും ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ സംസാരത്തിലെ നെഗറ്റീവായിട്ടുള്ള ഓരോ സിഗ്നൽസും നമ്മൾ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യും. കള്ളം പറയുന്ന ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അവർ മുമ്പ് പറഞ്ഞ കഥയല്ലല്ലോ ഇപ്പോഴവർ പറയുന്നതെന്ന് നമുക്ക് ഏറ്റവും ആദ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള രീതിയിലേക്ക് നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്ത് വന്നതാണ് ഈ നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിച്ചുകൊണ്ട്. അറിയാലോ, ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അവിടെ നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൈക്രോ എക്സ്പ്രഷൻസ് റീഡ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവരുടെ ബിഹേവിയർ ചേഞ്ചസ് മനസ്സിലാക്കി ഒക്കെ നമ്മൾ പാകപ്പെട്ട് വരുമ്പോൾ ഏത് സിറ്റുവേഷനിൽ പോയാലും, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരുന്നാൽ, ഏതെങ്കിലും ഒരു ആൾക്കാരുടെ ഇടയ്ക്കായിരുന്നാൽ, ചിലപ്പോൾ ജോലിയിലായിരുന്നാൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ബോസിനെ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ, നെഗറ്റീവ് ആയിട്ടുള്ള ട്രാപ്പിലേക്ക് ആരെങ്കിലും പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവുന്നില്ലല്ലോ, ഇവരെ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയ കഥ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് ആദ്യം തിരിച്ചറിയുന്നത് നിങ്ങളായിരിക്കും. രണ്ടാമത്തേത് നമ്മളിൽ രൂപപ്പെട്ടു വരുന്ന കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റിയും ഡയലക്റ്റിക്കൽ തിങ്കിങ്ങുമാണ്. ഈ നാർസിസിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞാണല്ലോ. നമ്മൾ ഒരേ സമയം ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇയാൾ എന്നെ അങ്ങേറ്റം ഹേറ്റ് ചെയ്യുന്നുണ്ടെന്നും രണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബ്രെയിനിനെ ആക്കുന്നവരാണ് നാർസിസിസ്റ്റുകൾ. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യാൻ ഉള്ളൊരു സിസ്റ്റം എന്നുള്ള രീതിയിൽ, മാനേജ് ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡയലക്റ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന കാര്യം ഉണ്ടായി വരുന്നത്. ഈ ഡയലക്റ്റിക്കൽ തിങ്കിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മൾട്ടിപ്പിൾ ആംഗിൾസിൽ നിന്ന് നോക്കിക്കാണാനുള്ള നമ്മുടെ കഴിവാണ്. അവരെന്തിനാണ് ഇപ്പോൾ ആ കാര്യം ചെയ്യുന്നതെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോഴ്സ്ഡ് ആവുകയാണ് അവരുടെ സാന്നിധ്യത്തിൽ. കാരണം നെക്സ്റ്റ് മൊമെന്റിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യണം. ഇത്തരത്തിൽ ഇവരുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. ഇതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മനുഷ്യൻ ഈ ഇൻസൾട്ട് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും, അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ കാരണം 5 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞ കമന്റ് അയാളെ ട്രിഗർ ചെയ്തിട്ടുണ്ട്, അയാളുടെ ഉള്ളിലെ ആ ഇൻസെക്യൂരിറ്റിയെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാൻ, കുറ്റം നമ്മളിലേക്ക് പ്രൊജക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത് വളരെ സ്ട്രാറ്റജിക് തിങ്കിങ് കപ്പാസിറ്റിയാണ്. ഇതൊരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതും ഒരു നാർസിസ്റ്റിക് വിക്ടിംസിന് ഡെവലപ്പായി വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തേത് വളരെ ഷാർപ്പായ ഹൈ ആയിട്ടുള്ള ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമുക്ക് ഒരേ സമയത്ത് നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ 2 പേർക്ക് എമ്പതി പ്രൊവൈഡ് ചെയ്യേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക. പെയിൻ അനുഭവിക്കുന്ന നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്നും പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കും ഈ നാർസിസ്റ്റിനും അയാളുടെ ഈഗോയ്ക്ക് വേണ്ടിയിട്ട്, അയാളുടെ ഈ ടാൻട്രംസിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് എമ്പതിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരേ സമയത്ത് 2 പേർക്ക് നമ്മൾ എമ്പതി കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്തരത്തിൽ റിലേഷൻഷിപ്പിൽ ഹൈ ആയിട്ടുള്ള എമ്പതി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നവരായിട്ടുള്ളത് കൊണ്ട് തന്നെ എംപാത്തിക് ഡിസ്ട്രസ് ടോളറൻസ് എന്ന് പറയുന്ന കാര്യം നമ്മളിൽ വളരെ ഹൈ ആയിരിക്കും. നമ്മൾ ഹൈ ടോക്സിക് ഇമോഷൻ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കുറേ കാലം ജീവിച്ചവരാണ്. ആ വർഷങ്ങൾ അടുത്തുള്ള നമ്മുടെ ഈ അനുഭവങ്ങൾ പെട്ടെന്ന് റൂം റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടുത്ത പൊട്ടിത്തെറി ഒഴിവാക്കാൻ, അടുത്ത അപകടം ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും. മറ്റുള്ളവരുടെ ഇമോഷൻസ് മറ്റാരെക്കാളും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഒരു പൊതു ചടങ്ങിൽ പങ്കെടുത്താല്, ഒരു പാർട്ടിയിൽ പങ്കെടുത്താല്, ഒരു ഓഫീസിലെ മീറ്റിംഗിൽ പങ്കെടുത്താലും ഒക്കെ അവിടുത്തെ മൂഡ് ഏറ്റവും ആദ്യം സെൻസ് ചെയ്തെടുക്കുന്നത് നിങ്ങളായിരിക്കും. അതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങളോട് ബുദ്ധിമുട്ടുകൾ പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഇമോഷൻ വാലിഡേറ്റ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് നിങ്ങളായിരിക്കും. കാരണം മറ്റാരെക്കാളും അതിന്റെ വാല്യൂ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങളെ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ലീഡേഴ്സ് ആക്കും, പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ, നിങ്ങളുടെ ജോലിയിൽ, പിന്നെ ഇങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ. കാരണം പിന്നെ സൗഹൃദങ്ങളിലാണെങ്കിലും പാർട്ണറായിട്ടാണെങ്കിലും നിങ്ങൾ വളരെ ഇൻസൈറ്റ് ഉള്ള, എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്ന, ഡീപ്പായിട്ട് ചിന്തിക്കുന്ന, വളരെ ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള, വളരെ എമ്പതി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഷാലോ ആയിട്ടുള്ള ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കും. 4ാമത്തെ കാര്യം മാസ്റ്ററി ഓഫ് ലാംഗ്വേജ് ആൻഡ് സബ് ടെക്സ്റ്റ് എന്നുള്ളതാണ്. അങ്ങേയറ്റം മികച്ച ഭാഷാ പ്രാവീണ്യവും ഭാഷയും ഇമോഷനുമായിട്ടുള്ള കണക്ഷൻ കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ്. നമ്മളൊരു വിധത്തിൽ ലാംഗ്വേജ് എക്സ്പേർട്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഈ നാർസിസ്റ്റുകൾ അറിയില്ല, ഈ വേർഡ് സാലഡ് ഉപയോഗിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൂടെ പറഞ്ഞതാണ്. അവർ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ച്, അല്ലെങ്കിൽ അത് ഫലപ്രദമായി വാക്കുകൾ അല്ലെങ്കിൽ ഭാഷയെ ദുരുപയോഗപ്പെടുത്തി മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ് നാർസിസ്റ്റുകൾ. അവർ ലോജിക് അപ്ലൈ ചെയ്യേണ്ട കാര്യത്തിൽ ലോജിക് അപ്ലൈ ചെയ്യാതെ അവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് അവിടെ അന്യായങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും, അവരുടെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ന്യായങ്ങൾ നല്ല രീതിയിൽ ഭാഷാ രീതിയിൽ പ്രാവീണ്യത്തോടുകൂടി അത് പറഞ്ഞ് ഫലപ്രദമാക്കി ഫലിപ്പിക്കാനും ഒക്കെ കഴിവുള്ളവരാണ്. ഈ കഴിവിനെ, ഈ കാര്യങ്ങളെ ഇവരുടെ ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന, ഗിൽട്രിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളും രീതികളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭാഷ എക്സ്പേർട്ടായിട്ട് തന്നെ മാറും എന്നുള്ളതാണ്. ഒരു കാര്യം പറയുന്ന ടെക്സ്റ്റിലല്ല, നമ്മൾ സബ് ടെക്സ്റ്റിൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അതായത് ഇതിന്റെ പിറകിലുള്ള ഇമോഷൻ എന്താണ്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ നമുക്ക് കഴിയും. ഈ നാർസിസ്റ്റ് പറയുകയാണ്, നീ എന്തിനാണ് എല്ലാം ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്, ഞാനിതൊരു തമാശയല്ലേ പറഞ്ഞോളൂ എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക, ഇവർ മനഃപൂർവ്വം ഉത്തരവാദിത്തം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ ക്രൂവലായിട്ടുള്ള കാര്യം ജോക്കാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നെ പറ്റിക്കുകയാണ് ഇപ്പോൾ, ചതിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത്തരത്തിൽ ഭാഷാ പ്രയോഗങ്ങൾക്കിടയിലുള്ള മാനിപ്പുലേഷൻ കൃത്യമായി റീഡ് ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിരിക്കും. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ ഒട്ടും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭയങ്കര പാടായിരിക്കും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ടോൺ മാറി വരുന്നത് ശ്രദ്ധിക്കുന്നവരാണ്. നമ്മളിവർ പറയുന്ന കാര്യങ്ങൾ ഉള്ളിൽ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് അവരത് പറയുന്നത്, അടുത്ത മൊമെന്റിൽ ഇവർ ഉത്തരവാദിത്തം എടുക്കാതെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ പറയുമെന്ന് കൃത്യമായിട്ട് നമുക്കറിയാമായിരിക്കും. അതുകൊണ്ട് ഈ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാനും മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ആദ്യമേ മനസ്സിലാക്കാനും നമുക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. 5ാമത്തെ കാര്യം റെസിലിയന്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ആണ്. എന്ത് ക്രൈസിസ് സിറ്റുവേഷനിലും സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. ഈ നാർസിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതത്തിൽ ഒരു സീരീസ് ഓഫ് ക്രൈസിസുകൾ നമുക്കുണ്ടാവും. ആ ക്രൈസിസുകളിലെല്ലാം ഫിക്സർ നമ്മളായിരുന്നു. എന്നുവെച്ചാൽ എന്തൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മളൊരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിനിടയ്ക്ക്. അവരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഏരിയാസിലെല്ലാം, പ്രശ്നം ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ എല്ലാം കാര്യങ്ങൾ നിങ്ങളായിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ഇവരുണ്ടാക്കിയ ഫിനാൻഷ്യൽ പ്രോബ്ലംസിന്റെ ഉത്തരവാദിത്തം എടുത്ത് അതെല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇവർ നോക്കാതെ ഇടുന്ന കുട്ടികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളായിരിക്കും ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതെന്ന് പറയുന്നത് വളരെ പ്രഷറുള്ള സിറ്റുവേഷനിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിങ് വളരെ കൂടാനായിട്ട് കാരണമാകും. ഒരു തരത്തിലുള്ള സേഫ്റ്റിയോ താങ്ങോ നിങ്ങൾക്ക് തരാതെ, കിട്ടാതെ
ഒരു വലിയ കാലം ഹൈ സ്ട്രെസ് എൻവയൺമെന്റിൽ നമ്മൾ പിടിച്ചു നിന്നു, നമ്മൾ കാര്യങ്ങൾ ഫലപ്രദമായിട്ട് നിറവേറ്റി, നമ്മൾ സർവൈവ് ചെയ്തു. ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ മറ്റേതെങ്കിലും സിറ്റുവേഷനിലാണെങ്കിലും ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം അവിടെ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നത് നിങ്ങളായിരിക്കും. അവിടെ സ്ട്രെസ് കൂടുതൽ വരുമ്പോൾ എല്ലാവരും പതറും. കാരണം ഹൈ സ്ട്രെസ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ബാക്കിയുള്ളവരിലില്ല, നിങ്ങൾക്കാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ ഇനി അറ്റം ഉള്ള സ്ട്രെസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹൈ സ്ട്രെസ് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ്, ആ യുദ്ധം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു മഹായുദ്ധം കഴിഞ്ഞിട്ട് വന്ന നിങ്ങൾക്ക് ഒരു അടിപിടി കേസ് ഒന്നുമല്ല എന്ന് പറയുന്ന പോലെ ആയിരിക്കും. അവിടെ പതറാതെ കാര്യത്തിലേക്ക് ശരിക്കുള്ള സൊല്യൂഷനിലേക്ക് എത്താനുള്ള രീതിയിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ആ സമയത്ത് പതറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും, നിങ്ങൾ പക്ഷേ പതറില്ല. ഇവിടെ ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു സൂപ്പർ പവർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ നമ്മളൊരു വലിയ വില കൊടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങൾക്ക്. ഇത് കിട്ടിയതിന് നമ്മളിൽ വന്നു ചേർന്നത്, കാരണം അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ വന്നു ചേർന്നിട്ടുള്ളത്. ഇത്തരം സൂപ്പർ പവർ ഈ ഹൈപ്പർ വിജിലൻസ് ആണെങ്കിലും ലൈ ഡിറ്റക്ഷൻ ആണെങ്കിലും ഹൈപ്പർ അവെയർ ആയിട്ടുള്ള കാര്യമാണെങ്കിലും എല്ലാത്തിനും അങ്ങേയറ്റം ആങ്സൈറ്റി നമ്മൾ അനുഭവിക്കേണ്ടി വരും, എക്സോഷൻ അനുഭവിക്കേണ്ടി വരും, ഡ്രെയിനിങ് അനുഭവിക്കേണ്ടി വരും, ബ്രെയിൻ ഫോഗ് അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാണയത്തിന്റെ രണ്ട് വശങ്ങളിലെ രണ്ടാമത്തെ വശം ഓഫ് ചെയ്ത് വെക്കാൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. നമുക്ക് ചുറ്റും വരുന്ന എല്ലാവരും നമുക്കൊരു ത്രെട്ട് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എല്ലാവരും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തണം. എപ്പോഴും ക്രൈസിസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്കൊരു സ്പെഷ്യൽ സ്കിൽ ഉണ്ടെന്നും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും ഹൈ സ്ട്രെസ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കഴിവുണ്ടെന്നിരിക്കെ അത് എല്ലാവർക്കും വേണ്ടി പോയി ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലെന്നും എല്ലാ ക്രൈസിസും നിങ്ങൾ സോൾവ് ചെയ്യേണ്ട കാര്യമില്ലെന്നും മനസ്സിലാക്കിയിരിക്കണം. ഈ ഉണ്ടായി വന്നിട്ടുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു വെപ്പൺ തന്നെയാണ് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ. പക്ഷേ അത് എവിടെയാണ് റെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ റിക്കവറിക്ക് റെസ്റ്റ് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് ബൗണ്ടറീസ് കൃത്യമായിട്ട് വെച്ചിട്ട് എവിടെയൊക്കെയാണ് ഇത് ഞാൻ പ്രയോഗിക്കേണ്ടാത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കൂ. നമ്മളെ അവര് സ്മോൾ ആക്കാൻ ശ്രമിച്ചു, നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, നമ്മളെ ഒന്നും അല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു, അവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. എന്നിട്ട് നമ്മൾ എന്തായി? നമ്മൾ കൂടുതൽ ഷാർപ്പായി, കൂടുതൽ ഇന്റലിജന്റ് ആയി, കൂടുതൽ കേപ്പബിൾ ആയി. ഇവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ഉള്ള, ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാളായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ വെറുതെ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ മികച്ച ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളാണ്. കാരണം ഈ ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വളരെ മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്ന, പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന, റിയൽ ലൈഫിൽ തന്നെ അത് ആ ഒരു കാര്യം ഞാൻ ശരിക്കും അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ അത് പ്രത്യേകം എഴുതി അറിയിക്കുക. കാരണം എനിക്കറിയാം നാർസിസിസ്റ്റിക് വിക്ടിംസിന് എല്ലാവർക്കും ഇതുപോലെ അവർക്കുള്ള സ്പെഷ്യൽ സ്കിൽസ് ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, ഇതിനെ പറ്റിയിട്ട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങൾ സ്വയം ലൈഫിലൊരു സൈക്കോളജിക്കൽ ഡിറ്റക്റ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കൂടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും